സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ പ്രവർത്തികൾ നടത്തുന്ന സ്ഥാപനമാണല്ലോ കിഫ്ബി. എന്നാൽ മൂവാറ്റുപുഴയിൽ വളരെ പരിമിതമായ വർക്കുകൾ മാത്രമാണ് കിഫ്ബിയുടെ ഭാഗമായുള്ളത്. മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട ഏകദേശം 2 കിലോമീറ്റർ താഴെയുള്ള ഒരു റോഡ് നഗരം 4 വരിയാക്കുന്ന പ്രക്രിയ നടന്നു വരുന്നുണ്ട്. ആ പണി പുരോഗമിക്കുന്നുണ്ട്. അതുകൂടാതെ മൂവാറ്റുപുഴ നഗരത്തിന് ആവശ്യമായ ഒരു മുറിക്കൽ ബൈപ്പാസ് അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള പണികൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് വർക്കുകൾക്ക് പുറമെ കഴിഞ്ഞ ടൈമിൽ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും അനുവദിച്ച 5 കോടി ഉപയോഗിച്ച് പേഴക്കാപ്പള്ളി സ്കൂളിൻ്റെ ഒരു നവീകരിച്ച കെട്ടിടം കൂടി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മൂവാറ്റുപുഴയിലുണ്ടായിരുന്ന ഒരു സ്റ്റേഡിയത്തിൻ്റെ നവീകരണം, ചന്ദ്രശേഖരൻ നായർ ഇൻഡോർ സ്റ്റേഡിയം എന്ന നിലയിലുള്ള പദ്ധതിയുടെ ടെൻഡർ പൂർത്തീകരിച്ച് പണി തുടങ്ങാനിരിക്കുന്നു. ഇതാണ് 3 പദ്ധതികൾ. പ്രധാനമായിട്ടും കിഫ്ബിയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് ലഭിച്ചിരുന്നത് MC റോഡിൻ്റെ ഭാഗമായി കണക്ട് ചെയ്യുന്ന കൂത്താട്ടുകുളത്ത് നിന്ന് മൂവാറ്റുപുഴയിലേക്ക് വരുന്ന ആരക്കുഴ പണ്ടപ്പള്ളി പാലക്കുഴ വഴി വരുന്ന റോഡിന് 450 കോടി രൂപ അനുവദിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് മരവിപ്പിച്ചു എന്നാണ് അടുത്ത ദിവസം ആ ഒരു അറിയിപ്പിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മരവിപ്പിച്ചതെന്നോ മരവിപ്പിക്കുന്നതിന് മുമ്പ് MLA എന്ന നിലയിൽ എന്നോടോ അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളോട് ആരോടും ഡിസ്കഷൻ ഉണ്ടായില്ല. അതിലൊരു നിരാശ തീർച്ചയായിട്ടും എനിക്കല്ല, മൂവാറ്റുപുഴയിലെ ജനങ്ങൾക്ക് ആകമാനമുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ സ്വാഭാവികമായിട്ട് എഴുതി ചോദിച്ചിട്ടുണ്ട്, മറുപടി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള 2 വർക്കുകളാണ് പുരോഗമിക്കുന്നത്. 3ാമത്തെ സ്റ്റേഡിയത്തിൻ്റെ പണി തുടങ്ങാനിരിക്കുന്നു. പിന്നെ 1-2 വാട്ടർ പ്രോജക്ട്സ് ഉണ്ട്, അതായത് കുടിവെള്ള പദ്ധതികൾ 2 കൂടിയുണ്ട്. ഇത്രയും മാത്രമാണ് മൂവാറ്റുപുഴയ്ക്ക് കിഫ്ബിയിൽ നിന്നും മൂവാറ്റുപുഴയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.